ഇങ്ങനെ വളരെ കുറച്ച് ഡ്രസ്സേ മാത്രം കൈ കരുതിയുള്ളൂ. നേരത്തെ തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ആ തീരത്തെവിടെ അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മളോട് കാണിച്ചതെന്നറിയില്ല. അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉടുത്തിരുന്ന മുണ്ട് കരയിൽ അഴിച്ചു വെച്ചിട്ട് കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഈ മുണ്ടോ തോർത്താനുള്ള സംവിധാനമോ ആരും കൊണ്ടുപോകുന്നതല്ല, ഈ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ചവിട്ടി അതെവിടെയൊക്കെയോ ആയിട്ട് മിസ്പ്ലേസ് ആയി പോകുന്നതാണ്. പാദരക്ഷകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയൊക്കെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം കൂടെ ആക്കി കയ്യിൽ ചുരുട്ടി പിടിച്ച് ഗംഗയിലേക്ക് ഇറങ്ങി, തീർത്ഥത്തിലേക്ക് ഇറങ്ങി ഈ അപകടം പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതിലെല്ലാം തന്നെ അതിൻ്റെ വളരെ വലിയ പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ വളരെ കട്ടിയുള്ള അത്തരത്തിലുള്ള സുരക്ഷാ ഭിത്തി പോലെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇങ്ങനെ അടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഒരു ശൃംഖല പോലെ. അതിനപ്പുറത്തേക്ക് അധികം ആൾക്കാർക്കൊന്നും അങ്ങനെ കടക്കാറില്ല. അതിനിപ്പുറത്ത് നിന്നിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. എന്നാൽ അവിടെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 1-2 പേർ അപ്പുറത്ത് കുളിക്കുന്നത് കണ്ടു. നമ്മളും ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ അപ്പുറത്ത് കടന്നതുകൊണ്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന വസ്ത്രം എവിടെ വയ്ക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ആശങ്കയുണ്ടായില്ല. കാരണം തീരത്താണെങ്കിൽ വയ്ക്കാൻ പറ്റില്ല, ഒരാൾ പിടിച്ചുകൊണ്ട് വയ്ക്കണം. നമ്മൾ ഈ പ്ലാസ്റ്റിക് ബ്ലോക്കിന് അപ്പുറത്ത് കടന്നുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് ബ്ലോക്കിലേക്ക് ഈ വസ്ത്രം വെച്ചതിന് ശേഷം കുളിക്കാം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതും എത്ര പറഞ്ഞാലും മതിയാവില്ല, ഈ ഒരു കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരം, അല്ലെങ്കിൽ നദികളെ അമ്മയായി കണ്ട് നമസ്കരിക്കുകയും അതിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ഉദാത്തമായിട്ടുള്ളൊരു സങ്കല്പം അത് ഭാരതീയർക്ക് വളരെ കൂടുതലാണ്. ആ ബ്ലോക്കിനപ്പുറത്ത് നിന്നിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ അവരുടെ ശക്തിക്കനുസരിച്ച് ഗംഗാദേവിക്ക് ആ ബ്ലോക്കിൻ്റെ ഇപ്പുറത്തേക്കാണ് സമർപ്പിക്കുന്നത്. വളരെ 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 വിലപിടിപ്പുള്ള പട്ടുസാരികൾ, വെള്ളിയിലും മറ്റുമുള്ള ചെറിയ ചിമിഴുകളിലും മറ്റും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുമിളകൾ ഇട്ടിട്ട്, അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളിലൊക്കെ ആ തീർത്ഥം എടുത്തിട്ടും മറ്റും എന്തൊക്കെ ആണ് കൊടുക്കുന്നത് നമുക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ബോട്ടിൻ്റെ ആൾക്കാരും ഒക്കെ സാധുക്കളായിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് കൈ നീട്ടി ഗംഗയിലേക്ക് വെക്കുമ്പോൾ തന്നെ അവരതങ്ങ് സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് അതങ്ങ് സ്വീകരിക്കുന്നു. അങ്ങനെ അപ്പുറത്തുനിന്ന് സമർപ്പിക്കണമെന്ന് പറഞ്ഞ ചിലരെ അത് സമർപ്പിക്കാൻ, ആ സാരി ഇങ്ങനെ ഒഴുക്കി ഗംഗാദേവിയിലേക്ക് സമർപ്പിക്കാനൊക്കെ സഹായിക്കാനും പറ്റി. അതൊക്കെ കൊടുത്തതിന് ശേഷം വസ്ത്രമൊക്കെ ആ ബ്ലോക്കിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അവിടെ താരതമ്യേന വളരെ നല്ല ജലമാണ്. പൊതുവേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും ലക്ഷങ്ങളെന്നല്ല കോടികൾ ആൾക്കാർ വരുമ്പോൾ ആ ജലത്തിൽ ഇത്രമാത്രം എല്ലാവരും കയറി ഇറങ്ങുമ്പോൾ അതൊരു ചളിവെള്ളമായി മാറുന്നുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിരുന്നു മനസ്സിൽ. ഞാനത് 2 കൈക്കുമ്പിളും എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ യാതൊരു മാലിന്യമില്ല. ഒരുപക്ഷെ വലിയ ഒഴുക്കും കാര്യങ്ങളും ഒരുപാട് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാലിന്യം ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അവിടെ തീർത്ഥസ്നാനം ചെയ്ത് മുങ്ങി നിവർന്ന് എല്ലാവർക്കും, ബന്ധുക്കൾക്ക് ഓർമ്മയുള്ളവർക്കും ഓർമ്മയില്ലാത്തവരും പരിചയത്തിലുള്ളവരും, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ സ്നേഹിച്ചവർക്കും അല്ലെങ്കിൽ സ്നേഹം തോന്നാത്തവർക്കും ദ്വേഷിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും, അങ്ങനെ ഇഷ്ടമുള്ളവരായാലും അനിഷ്ടമുള്ളവരായാലും ഭഗവാനെ നമ്മളുടെ ഓർമ്മയിലും ചേർന്ന് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും, ഓർത്തെടുക്കാൻ പറ്റുന്നവരും ഓർത്തെടുക്കാൻ പറ്റാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും ഒരു 21 തലമുറ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ മുക്തി കൊടുക്കണമെന്നാണ് ഞാൻ ആ തീർത്ഥത്തിൽ അപ്പോൾ പ്രാർത്ഥിച്ചത്.